ഓണമായിട്ട് എങ്ങനെ മധുരം കഴിക്കാതിരിക്കും? അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന മധുരം ചേർക്കാത്ത ഒരു പായസം. മധുരമായിട്ട് ഇതിലെടുക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. വേറെ ഒരു മധുരം ഇടുന്നില്ല, ഹണി ഇടുന്നില്ല, ഷുഗർ ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. പായസത്തിന് വേണ്ടി ഞാൻ ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഒരു 8-10 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, സീഡൊക്കെ മാറ്റി വെച്ചു. ഒരു ചെറിയ പീസ് ബട്ടർ ഞാൻ തവയിലോട്ടിട്ടു. അതിങ്ങനെ മെൽറ്റായി ഒരു ചെറിയ ബ്രൗൺ കളറാകും. ഇപ്പം ബട്ടറിന് പകരം ഗീ വേണേലും ഉപയോഗിക്കാം. ബട്ടർ ഇങ്ങനെ ചെറിയ ബ്രൗൺ ആകുന്നതിൻ്റെ അകത്തോട്ട് ഞാൻ ആ ഡേറ്റ്സ് ഓരോന്നും ഇങ്ങനെ നിരത്തി വെച്ചു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ക്യാരമലായെന്ന് വേണേൽ പറയാം. അങ്ങനെ ചെറിയൊരു സ്മെല്ല് വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചും വെച്ച് ആ ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, അത് കരിഞ്ഞ് പോവല്ല കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് ചൂട് മണമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ 3 കപ്പ് പാലെടുത്തു. ഫുൾ ഫാറ്റിൻ്റെതാണ്. നിങ്ങൾക്ക് ലോങ് ലൈഫ് ഉപയോഗിക്കാം, റെയിൻബോ ഉപയോഗിക്കാം, ഫ്രഷ് മിൽക്ക് ഉപയോഗിക്കാം. ഞാൻ ഫ്രഷ് മിൽക്കും ലോങ് ലൈഫ് മിൽക്കും കൂടെ മിക്സ് ചെയ്താണ് എടുത്തത് കേട്ടോ. അത് കുറേശ്ശെ ഒഴിച്ചു. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഡേറ്റ്സും മിൽക്കും എല്ലാം കൂടെ ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ ആ ഡേറ്റ്സ് കുറച്ചുകൂടി ഇങ്ങനെ വെന്ത് ഉടഞ്ഞു വരും. അതാണ് എൻ്റെ പരുവം കേട്ടോ. അങ്ങനെ ഉടഞ്ഞ് ഇത് കുറച്ച് കുറുകി വരും. പാൽ ഇനി ഒഴിക്കാനുണ്ട്. ഇത് ഒന്ന് വെന്ത് ഈ പരുവാകുന്ന സമയത്ത് ബാക്കി പാൽ കുറേശ്ശെ ഒഴിക്കണം. മീഡിയം ഫയറിലായിരിക്കണം ഇത് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാലും കുറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ ഇളക്കി എടുത്ത് വന്ന് ഇങ്ങനെ ഒന്ന് കുറുകി പരുവാകുന്ന സമയത്ത് കൊക്കോ പൗഡറിൻ്റെയും ഡേറ്റ്സിൻ്റെയും മിൽക്കിൻ്റെ എല്ലാം കൂടി നല്ല മണം വരും കേട്ടോ. ഞാൻ എന്നിട്ട് കുറച്ച് ചൗരി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കേട്ടോ. അതിനകത്തോട്ടൊരു ഇച്ചിരി നെയ്യ് ഇടുന്നുണ്ട്, അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ. അത് വെന്തതിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെ 4 ടേബിൾ സ്പൂൺ, അത് നിങ്ങളുടെ ഇഷ്ടം, എത്രയും കുറുകണോ ആ പരുവത്തിന് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതെല്ലാം വീണ്ടും നല്ല മണമാകുന്ന ഒരു സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇടണം, അത് മറക്കല്ലേ. എന്നിട്ട് കുറച്ച് നെയ്യിൽ നട്ട്സും റൈസിൻസും ഒക്കെ വറുത്തതിൻ്റെ മുകളിലോട്ടിടുക. പറഞ്ഞറിയിക്കാൻ മേലാത്ത രുചിയാണ് കേട്ടോ. ഷുഗർ ഇടുന്നില്ല, എന്നാൽ നല്ല ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഒട്ടും മധുരം വേണ്ടാത്തവർക്ക് വേണേൽ ഡേറ്റ്സ് കുറയ്ക്കാം. അതങ്ങോട്ട് കുറുകി വരുമ്പോൾ ഉണ്ടല്ലോ എന്നാ മണമായിരുന്നെന്നറിയോ. ചൂടോട് തന്നെ വിളമ്പി കഴിച്ചു നോക്കാം. നല്ലൊരു പായസമാണ്. 4 പേർക്ക് മിതമായിട്ട് കഴിക്കാനുള്ള പോർഷനുണ്ട്. ബാക്കി വന്നത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചൊന്ന് കഴിച്ചു നോക്കി കേട്ടോ. ഇതിനെ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല, അത്രയ്ക്ക് സൂപ്പർ.